ഹലോ, ഈസ്റ്ററായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിച്ചോ? എല്ലാവരും പള്ളിയിലൊക്കെ പോയോ? പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല. കാരണം 11 മണിക്ക് മുന്നേ നേരത്തെ ഞങ്ങൾക്ക് യുക്കുട്ടിയുടെ പല്ലിൻ്റെ ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. ഇന്നായിരുന്നു ചെല്ലേണ്ട ദിവസം. കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് ഇളകണ പല്ല് പറിച്ചായിരുന്നു. ഇത് പല്ല് അടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു പല്ല് അടക്കാനായിട്ട് ഇന്നാണ് പോയത്. ഇനി അടുത്ത ഞായറാഴ്ച അടുത്ത പല്ല് അടക്കാനായിട്ട് പോകണം. അങ്ങനെ ഓരോ ദിവസമായിട്ടാണ് അവർ പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഇന്ന് പോയി ഒരു പല്ലടക്കാനായിട്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, ഈ സമയത്തല്ലേ നടക്കുള്ളൂ. അതൊക്കെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പാടല്ലേ എന്ന് ഓർത്തിട്ട് അതിന് വേണ്ടിയൊക്കെ ഇറങ്ങി. ഈസ്റ്ററൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും, അതായത് കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോഴത്തേക്കും ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇന്നധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചേരം ഇരുന്നപ്പോൾ തന്നെ ഇവക്കുട്ടിയുടെ പേര് വിളിച്ചായിരുന്നു. അപ്പോൾ അപ്പയും ഇവക്കുട്ടിയും കൂടിയാണ് പോയത്. ഇത് തൃപ്പൂണിത്തുറയിലുള്ള ഒരു ക്ലിനിക്കാണ് കേട്ടോ. സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് എന്നാണ് പേര്. അങ്ങനെ പല്ലൊക്കെ അടച്ചിട്ട് ഇവക്കുട്ടി വന്നു. ഒരു പല്ലേ ഇന്ന് അടച്ചുള്ളൂ. ഇനി വേറൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. അത് വേറൊരു പല്ല് അടക്കാനുള്ളതാണ്. അന്ന് പല്ല് പറിച്ചപ്പോൾ ആൾ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി വേദന ഉള്ളതായിരുന്നു എന്ന് അവൾ പറഞ്ഞു. കാരണം ഉള്ളിലിങ്ങനെ ഹോള് പോലെ ഉണ്ടായിരുന്നത് അണപ്പല്ലിൻ്റെ അവിടെ. അപ്പോൾ പല്ലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ടാണ് ഇരുന്ന് വെച്ചത്. അപ്പോൾ അതൊക്കെ കുത്തി കളഞ്ഞെന്ന് തോന്നണു. ക്ലീൻ ചെയ്തിട്ടായിരിക്കും അവർ അടച്ചത്. അവൾക്ക് വേനെടുത്തു, ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞു അമ്മയെന്നൊക്കെ അവൾ പറഞ്ഞായിരുന്നു. പാവം, എന്ത് ചെയ്യാനാ. ഇത് മിഠായി നിട്ടുള്ള പുഴുപ്പല്ലല്ല, അല്ലാണ്ട് വരുന്ന ഇതാണെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തൃപ്പൂണിത്തുറ എത്തി. തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ആര്യാസ് ഹോട്ടലില്ലേ, വെജിറ്റേറിയൻ, അവിടെ കയറി മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ വശത്ത് ഇന്ന് ചവക്കണ്ട, ഇപ്പുറത്തെ വശത്തിട്ട് ചവച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പുറത്തെ വശം പോയി കിടക്കണേണ്. അത് അടുത്ത പ്രാവശ്യം അവിടെ അടക്കമുള്ളൂ. പക്ഷെ അവൾക്കും വേണം മസാല ദോശ എന്നൊക്കെ പറഞ്ഞു. ഫുഡൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ തണുപ്പുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അപ്പുറത്ത് ഇപ്പോൾ അടച്ച ഭാഗത്ത് ഒന്നും ചവക്കരുതെന്നാണ് പറഞ്ഞിരിക്കണത് ഇപ്പോൾ നിലവിൽ. പിന്നെ കുറച്ച് സിറപ്പും പിന്നെ എന്തോ ഓയിൽമെൻറ്റ് പോലെയൊക്കെ തന്നിട്ടുണ്ട്. ഈ ആര്യാസ് ഹോട്ടലിൽ, അതായത് തൃപ്പൂണിത്തുറയിലുള്ള ആര്യാസ് ഹോട്ടലിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ, ഇവക്കുട്ടിനെയും പൊന്നൂസിനെയൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മിക്കപ്പോഴും വന്ന് ഇവിടെ വന്ന് മസാല ദോശ എപ്പോഴും കഴിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ചായ മേടിക്കുമ്പോൾ, ഇവിടുത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു ഗ്ലാസ്സിൽ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഓർമ്മയൊക്കെ ഞാൻ ഇങ്ങനെ പുതുക്കുമായിരുന്നു ഗൈസ്. കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് മസാല ദോശ കഴിക്കാനായിട്ട് അവിടെ കയറിയത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഇത് നേരെ വീട്ടിലേക്കാണ്. ഈസ്റ്ററായിട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം. അടിച്ചു പൊളിച്ചോ, എവിടെയൊക്കെ പോയി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ കുട്ടിക്ക് കുറച്ച് സിറപ്പ് പുറത്തോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ തന്നെ കുറേ മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് മരുന്നൊക്കെ മേടിച്ചു. എന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ വീടൊക്കെ എത്തി. പിന്നെ അലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങി. ആ സമയത്ത് ഞാൻ വീട് തുടയ്ക്കുകയും അടിച്ചു വരെയും അലക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അലക്കാനുള്ള അലക്കിയിട്ടു. അങ്ങനെ കുറച്ച് അറ്റകുറ്റപ്പണികൾ വീട്ടിലുണ്ടായിരുന്നു. ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് ആക്കാം എന്ന് പറഞ്ഞു, ഈസ്റ്ററും കൂടിയല്ലേ. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഫ്രഷായിട്ട് ഇറങ്ങാൻ പോവാണ് കടയിലേക്ക്. എന്തെങ്കിലും ഫുഡ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഹോട്ടലൊക്കെ ഉണ്ടാവുമോ എന്നറിയില്ല, ഈസ്റ്ററൊക്കെ അല്ലേ, എന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിനടുത്തുള്ള കുരിശുപള്ളിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. രാത്രിയൊക്കെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ് ഗൈസ്, ഫുഡ് മേടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നിങ്ങൾക്ക് അറിയോ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലം? മുളന്തുരുത്തി, കാഞ്ഞിരമറ്റം, പിന്നെ ആമ്പല്ലൂർ, ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയോ? പിന്നെ അരയങ്കാവ് സ്ഥലമൊക്കെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരമറ്റത്തുള്ള ഒരു ഹോട്ടലിലെത്തി. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്നതാണ്, ഫുഡൊക്കെ മേടിക്കാൻ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആദർശമാണ് പോയേക്കണത്. ഫുഡൊക്കെ മേടിക്കാനാണെങ്കിൽ പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് പോവും, ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ ഇരിക്കും. അങ്ങനെയാണ്. ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാറൊന്നുമില്ല അങ്ങനെ അധികം. പിന്നെ ഇന്ന് രാവിലെ മസാല ദോശ കഴിച്ചായിരുന്നു. അത് കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഹോട്ടലിൽ കയറിയിട്ടൊക്കെ ഫുഡ് കയറി ഇരുന്നൊക്കെ കഴിക്കണത്. അപ്പോൾ ഇന്നങ്ങനെ രാവിലെ ഹോട്ടലിൽ കയറി ഇന്ന് ഫുഡ് കഴിച്ചു ഗൈസ്. സന്തോഷം. അങ്ങനെ ഇവക്കുട്ടിയും പൊന്നൂസൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. പല്ലൊക്കെ അടച്ച് ഒന്ന് വീട്ടിൽ വന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്കും ആളൊക്കെ ഒന്ന് ഓക്കെ ആയി. പിന്നെ വേദന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം.
പിന്നെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ വേദനയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ മരുന്നൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്, രാത്രി കഴിക്കാനായിട്ട് മരുന്നൊക്കെ ഉണ്ട് കുട്ടിക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു. കാരണം നാളെ ആഴ്ച പണിയുണ്ട്. അപ്പോൾ ചോറ് കൊണ്ടുപോകാൻ കറിക്കും അങ്ങനെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ആയിട്ട് മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോണ വഴി ഗേറ്റടെ കിട്ടി. ഇതാ തീവണ്ടി പോണ കണ്ടോ? എപ്പോൾ വന്നാലും ഗേറ്റടെ കിടക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് രാത്രിയിൽ എന്താണ് സ്പെഷ്യൽ? ഈസ്റ്ററൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചെന്നാണ് വിചാരിക്കണത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം. നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം. ഞങ്ങളുടെ ഈസ്റ്റർ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് ഞങ്ങൾക്ക് എന്താണ് രാത്രിയിൽ സ്പെഷ്യൽ എന്നുള്ളത് കടുത്തരാം വീട്ടിൽ ചെന്നിട്ട്. നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളങ്ങനെ വീടെത്തി, ഇതാ ഫുഡൊക്കെ എടുത്തു. ഇതാണ് ഞങ്ങളുടെ രാത്രിയിലെ സ്പെഷ്യൽ കുഴിമന്തി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ഫുഡ് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് രാത്രിയിലെ ഞങ്ങളുടെ ഫുഡ്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് കഴിച്ചു? ലാസയുടെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു ലാസ ഐസ്ക്രീം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇത് മേടിക്കണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കിയേ, നല്ല ലൈറ്റ് പിങ്ക് കളർ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ചോക്കോബാറിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനത്തെയൊക്കെ ലൈറ്റ് കളറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കളർഫുള്ളൊക്കെ ആയിട്ടുള്ള കളറൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാ ഇതും അങ്ങനെ രാത്രി ഒരെണ്ണം കഴിച്ചു. ഇത് കഴിച്ചിട്ട് എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്, എന്നിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. നാളത്തേക്ക് എന്തെങ്കിലും പച്ചക്കറി അരിഞ്ഞ് വെക്കണം. രാവിലെ ആഴ്ച നേരത്തെ പോകണം. അപ്പോൾ രാവിലെ അരിയാനൊക്കെ പാടായിരിക്കുമല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അരിഞ്ഞ് വെക്കാറാണ് പതിവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കിടന്ന് ഉറങ്ങാനായിട്ട്. ഇപ്പോൾ ഈസ്റ്ററായിട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ, കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ.